ഹലോ നമസ്കാരം. സ്പേസ് ബാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ബോണക്കാട് ഭാഗത്ത് വാഴവന്താൻ വെള്ളച്ചാട്ടത്തിൻ്റെ വാഴവന്തോട് വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. 9 മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 പേർക്ക് ഏകദേശം 1000 രൂപ എന്നുള്ള നിരക്കിലാണ് അവിടെ ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി അങ്ങോട്ട് പോയിട്ട് കാണാം. നമ്മൾ അകത്തോട്ട് കയറുന്നതിന് മുമ്പായിട്ട് നമ്മളെ കയ്യിലുള്ള കുപ്പിയും പാട്ടാക്കി ഇവിടെ കൊടുക്കണം. ഇവിടെ കൊടുത്തിട്ട് പൈസയും കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ പോകാൻ പറ്റും. തിരിച്ച് കുപ്പി കൊണ്ടൊന്ന് കൊടുക്കുമ്പോഴത്തേക്കും അവന്മാർ പൈസയും തിരിച്ചു തരും. അങ്ങനത്തെ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററൊക്കെ നടക്കണം. നടക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് അവിടെയുള്ള ഊഞ്ഞാലുള്ള ഇരുത്തോന്നുണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഈ ഊഞ്ഞാലിലെ കാരിക്കൊച്ചയിലൊക്കെ ഇരുന്ന് ജാലിയായിട്ടാണ് അങ്ങോട്ട് നമ്മൾ പോണത്. വല്ലതും കഴിക്കാൻ വല്ല വേണമെന്നുണ്ട് ഇവിടെ നിന്നൊക്കെ പൊതിഞ്ഞിട്ടിക്കൊണ്ട് വേണം പോകണം. പോണ വഴിക്ക് ഒരു പച്ച വെള്ളം കിട്ടിയാ കിട്ടി. കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. നല്ല വെള്ളമൊക്കെ ആയിരുന്നു. കഴിക്കാനുള്ള കുറേ ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറിയത്. ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. നമ്മൾ പോണ വഴി എന്ന് പറയുന്നത് ഇങ്ങനെ നിരപ്പായിട്ടുള്ള വഴികളാണ്. ആ വഴിയിൽ വലിയ സീനൊന്നുമില്ല. ചുമ്മാ ജെറ്റിൽ തന്നെ നടന്ന് പോവാം. പറഞ്ഞു തരുന്നതില്ല. അപ്പത്തേക്കും വന്നത് ഈ പാറ ഉണ്ടാ. ഈ പാറ കഴിഞ്ഞ് പിന്നെ ഇനി അങ്ങോട്ട് പോണ വഴിയെല്ലാം ഇതേപോലെ പാറയുടെ മുകളിലും അല്ലെങ്കിൽ തൂങ്ങി കയറിയ കാണാൻ പോവാം നമുക്ക്. വാഴവന്തോൾ വെള്ളച്ചാട്ടത്തിലുള്ള ട്രാക്കിങ്ങിൻ്റെ ഇടയിൽ കുറച്ചിത്തിരി ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറഞ്ഞാൽ ഇതിനെ പറയാം. ബാക്കിയെല്ലാം ഒരു ഫ്ലൈറ്റ് സർഫസാണ്. ഇവിടെ മാത്രം കുറച്ചൊന്ന് പാടുകളുണ്ട്. ഇത്തിരി ഏജിലായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കയറി വരാൻ പറ്റിയ രീതിയിലുള്ള വഴികളാണ് ഇതൊക്കെ. മുതലഞ്ച് ഇനി ഈ പാറയിലെ ഇടുക്കുകളിലൂടെയാണോ ഒന്ന് മുകളിലോട്ട് പോകാനായിട്ട്. മുമ്പ് നമ്മൾ ട്രക്കിങ്ങിന് വരുമ്പോഴത്തേക്ക് ഈ ബ്രിഡ്ജൊന്നും ഇല്ല. അതൊക്കെ ഇപ്പം റീസെൻ്റായിട്ട് പറ്റുകയാണ്. മുമ്പെന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 4-5 വർഷത്തിന് മുമ്പ് FC റൈഡേഴ്സ് ക്ലബിൻ്റെ കൂടെ ഒരു ട്രക്കിങ്ങിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എപ്പോഴും എളുപ്പമല്ല, കുറച്ച് ഹാർഡായിരുന്നു ഇവിടെയുള്ള ഓരോ ടെറൈനുകളും. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പോവാം. ഈ വാഴവന്തോൾ എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിനെ എന്തുകൊണ്ട് ഇത്ര മനോഹരമാക്കുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രക്കിംഗ് ഉണ്ടല്ലോ, ഈ ട്രക്കിംഗ് നടന്നു വരുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊന്ന് വിയർത്ത് മഷിയാവും. ഈ വിയർത്ത് നമ്മളിവിടെ വന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് ഫീൽ ചെയ്താലേ അറിയാവും. കാട്ടിൻ്റെ നടുക്കാണ് ചൂടാണ് എന്നൊക്കെ പറഞ്ഞാലും പക്ഷേ ആ അരുവിയിൽ കൂടെ ഒഴുകി വരുന്ന ആ വെള്ളം തണുപ്പെന്ന് വെച്ചാൽ നമ്മളെ ഫ്രീസറിൽ പോലും അത്ര തണുപ്പ് കിട്ടത്തില്ല. അത്രയ്ക്ക് തണുപ്പാണ്. അതൊരു നാച്ചുറൽ തണുപ്പാണ്. നമ്മൾ തണുപ്പിച്ചെടുക്കുന്നതല്ല. ഭയങ്കര റിഫ്രഷ്മെന്റ് എന്ന് വെച്ചൊരു മസാജ് ചെയ്ത സുഖം കിട്ടും ഒന്ന് കുളിച്ചിറങ്ങുമ്പോഴത്തേക്കും. ഈ നടന്നു പോകുന്നതാണ് നമ്മളെ കൂട്ടത്തിലുള്ള ബോബനും മോളെയും. ബോബനും മോളെയും ഒരുമിച്ചല്ലാതെ കാണാൻ പറ്റില്ല. ഇവനാണെങ്കിൽ എവിടെ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം കണ്ടാരും മുകളിലാണ്. എൻ്റെ അറ്റത്ത് എവിടെ നിന്ന് പറഞ്ഞാലും ഊരിപ്പിടുത്തമില്ല. പക്ഷേ ഞാൻ കുടിച്ചു നോക്കി. അടിപൊളി വെള്ളമായിരുന്നു കേട്ടാ. ഇറങ്ങിയിട്ടാണ് തീരാത്ത രീതിയിലുള്ള വഴികളാണ് ഇവിടെ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുറേ നേരം നടന്ന് അവസാനം ഉപ്പാടും പതപ്പാടും വന്നു. എന്നിട്ടും വെള്ളച്ചാട്ടാത്തന്നില്ല. കുറേ നേരം ഇത് തന്നെ. ദൈവം ഈ എത്തി നോക്കണം എന്താണെന്നറിയാമോ? ആ മരത്തിൽ ഈ പ്രാതം ഉണ്ടാകുന്നതാണ്. ഏത് മരം എന്നറിയാമോ? അതായത് ഡബിൾസ് ട്രീ, ഏലമ്പാരാണ്. പ്രാതം വല്ലതും ഉണ്ടാകുന്നതാണെന്ന് നോക്കണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ആവൂലേ. ഇനിയാണ് നമ്മൾ ബോബൻ്റെ എക്സ്പ്ലനേഷൻ. ഇനി ബോബൻ പറയുന്നത് കേൾക്കാം. See the beauty, guys. I think these trees fell over more than 50 years or something. I take my words back. You need to do some kind of exercise to trek here. It's little bit tough, not like I told you guys before. You need some good. It's not that much stretchy, but it's worth it to see these kind of beautiful. ഗൈസ്, ബോബൻ പറയാനെന്തെന്ന് വെച്ചാൽ ഈ മരം വന്ന് വീണതിനെ കുറിച്ചോ വർണ്ണതിനെ കുറിച്ചോ എന്നാണ് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാനങ്ങ് വിട്ടു പോകാം. See, show the roots. Look. See how big roots are. ഗൈസ്, ബോബൻ പറയാൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്രയും വലിയ വേറുള്ള മരമാണ് ഇവിടെ മറിഞ്ഞ് വീണതെന്ന്. എന്തോ ഇത്രയും വലിയ വേറുള്ള മരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇത്രയും കല്ലൊക്കെ വന്നു. This forest. But it's still here even though it's fallen. So that's the power of nature. മച്ചാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ വേറുണ്ടായിട്ട് ഇതെങ്ങനെ വീണ്, അത് ആ നേച്ചറിൻ്റെ പവറാണ് മറ്റേതാണെന്നൊക്കെയാണ് അറിയാൻ പറയണത്.
കുറച്ചൊക്കെ ബോബം പറയാൻ മനസ്സിലാവാനൊക്കെ തുടങ്ങി. ഇതാണ് മുള്ളിലവ് എന്ന് പറയുന്ന മരം. ഇവിടെ ഗൈഡ് പറഞ്ഞ പ്രകാരം ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ള മരം എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വലുതാണ്. നമുക്ക് ഒന്ന് ഒരു 5 പേര് മട്ടത്തിൽ പിടിച്ചാലേ അങ്ങനത്തെ തൊട്ട് ഇന്നത്തെ വരെ കറങ്ങി എത്തത്തുള്ളൂ. അത്രയ്ക്ക് വലുതാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ഒരു ഇടയ്ക്കായിട്ടാണ് ഇതിൻ്റെ പഴക്കം ഇത്ര ഉണ്ട് എന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തത്. I don't think it's 300 years or anything. I think it's around more than 100. I don't know. I don't know which trees I saw this. Why things here? First time I saw in this jail, I think it's the brother of the fallen tree was saw there. Come on. നേരത്തെ അവിടെ വീണ് കിടന്ന മരം ഇല്ലേ, അതിൻ്റെ അനിയനാണെന്നാണ് ഇപ്പം ഇവൻ പറയണത്. Nice. See how steep it was. Ditmal, not your name. That's not the way. He's not the good trucker. He's just the book no trucker. ഇവിടെ വാഴന്തോൾ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നൊരിക്കലും രണ്ടാമത്തെ കേവാണ്. ആദ്യത്തെ ഒരു ചെറിയൊരു കേവ് നമ്മൾ വേണ്ടൊന്നു, അത് ഇതിൻ്റെ രണ്ടാമത്തെ കേവാണ്. ബാ ഈ കേവ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള മണ്ണ് മഴ വരുന്ന ടൈമിൽ വെള്ളം ഒരിച്ചൊരിച്ച് ഇറങ്ങിപ്പോയി അങ്ങനെ കേവായിട്ട് ഒരു ഗുഹ പോലെ രൂപപ്പെട്ടു വന്നതാണ്. സത്യത്തിൻ്റെ അടിയിൽ നമ്മൾ പാറകളായിരുന്നു. ഇതൊക്കെ പല സമയങ്ങളിലായിട്ട് ഒലിച്ചൊലിച്ച് പോയതാണ്. ഇതൊക്കെ ഇത് മണ്ണാണ്. ഈ മണ്ണാണ് ഈ പാറ എപ്പോഴും താങ്ങി നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ തട്ടി നോക്കി കഴിഞ്ഞാൽ ലൈവ് വരുന്നുണ്ട്. മണ്ണാണ് എല്ലാവരും മറ്റേ അടങ്ങിയിട്ടുണ്ട്. വളരെ സൂക്ഷിച്ച് നിൽക്കണം. നനവുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പാമ്പുകൾ കാണാൻ ഭയങ്കര ചാൻസാണ്. നമുക്ക് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ സുന്ദരം അത് സേഫ് അല്ല. നമുക്ക് കണ്ട് പെട്ടെന്ന് തിരിച്ചു. ആശാരെ ഇവിടെ സേഫ് അല്ല. ആശാരെ ഓക്കെ. യാ മോനെ ഇത് മൂന്നാത്ത അടുത്തൊന്ന് വിളിച്ചു വിട്ടു ഇത് അടുത്ത രണ്ടാമത്തെ പാറയാണ്. എന്നുവെച്ചാൽ ആ പാറയുടെ തന്നെ ബാക്ക് സൈഡിലുള്ള ഗുഹോര ആയിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുറേ ആൾക്കാർ പാടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ അമ്മേരെ കുഞ്ഞിൻ്റെ പടം ഈ പടം നോക്കിയാൽ ആര് വരച്ചായാലും ഇതാന്ന് പറഞ്ഞ പാമ്പിന് പൊത്തുന്നു വാങ്ങിയില്ല. ഇവിടെയാണ് പാമ്പിനെ കണ്ടു എന്നാണ് പറയുന്നത്. അത്ര വന്നു കൈ കുത്തോ പാമ്പ് അമ്മയാണല്ലോ. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്താറായും തോന്നുന്നു. സൗണ്ട് നല്ല കേൾക്കുന്നുണ്ട്. കേൾക്കാം. അങ്ങനെ അവസാനം കുറച്ച് ദൂരത്തെ ട്രക്കിങ്ങിന് ശേഷം മുമ്പ് പഴയന്തൂർ വെള്ളച്ചാട്ടത്തിലെത്തിയിരിക്കുകയാണ്. ആണ് വെള്ളച്ചാട്ടം. ഇവിടെ തന്നെ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഫീമെയിൽസിനും മെയിൽസിനുണ്ട്. പക്ഷേ ഇവിടെ കുളിക്കാറാകുമ്പോഴേ ഗൈഡ് പറയുന്ന കാര്യങ്ങൾ കർശനമായിട്ട് കേൾക്കുക. അപകട സാധ്യത വളരെ കൂടിയ സ്ഥലമാണ്. അപകട സാധ്യത എത്ര കൂടിയെന്ന് ചെയ്യണ്ട. ഇപ്പം വെള്ളം കണ്ട ഇതിലേ വീണ് നേരെ താഴെ അങ്ങ് പോയി കിടക്കും. ഇവർ പറഞ്ഞ് കേട്ട് നിന്നാൽ കൊള്ളാം. ഈ സ്ഥലത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാൻ? Too hard to travel. See so many things. Naturally perfect, but I'm tired. And the water is nasty, but it's fresh water. Now, താങ്കൾക്ക് എന്താണ് പറയാൻ? See? എന്നെ വെച്ചിട്ട് See? See? അല്ലാതെ താങ്കൾക്കൊന്നും പറയാനില്ല? പറയാനുണ്ട്. നല്ല രസം. but different. No money, no money. താന്തത്തിൻ്റെ ആൻസർ പറയാം. നമ്മളെ വാഴവന്തോൾ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രക്കിംഗ് അവസാനിച്ചിരിക്കുകയാണ്.
ഇപ്പം നമ്മൾ തിരിച്ച് ഇവിടെ എൻട്രി പോയിന്റിലോട്ടെത്തി. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്പേസ് ബാറിൻ്റെ ചാനൽ ഒഫീഷ്യലിയുള്ള 2ാമത്തെ വീഡിയോ എടുത്ത് അപ്ലോഡ് ആവുന്നതായിരിക്കും. ആൻഡ് Abdu signing off.